ഇപ്പോൾ ഡിവൈഎഫ്ഐ തവനൂർ ബ്ലോക്ക് പ്രസിഡന്റ് ശിവാനന്ദൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശിവാനന്ദൻ, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മലപ്പുറത്താണ് സ്വാതന്ത്ര്യദിനത്തിൽ സ്കൂളിൽ RSSന്റെ ഗണഗീതം ആലപിച്ചത്. വളരെ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ 2-ാം തീയതി ആയിരിക്കുന്നു. ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ RSSന്റെ ഫേസ്ബുക്ക് പേജുകളിലും അവരുടെ വാട്സപ്പ് കൂട്ടായ്മകളിലും അടക്കമാണ് ഇത് വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇതിൽ കൃത്യമായിട്ട് RSSന്റെ ഒരു പങ്കുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിലവിലെ ഒരു സാഹചര്യം അതെങ്ങനെയാണ്? അവിടെ പ്രതിഷേധങ്ങളൊക്കെ ഇനിയും വരുന്ന ദിവസങ്ങളിലൊക്കെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുണ്ടോ? കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം. നിലവിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 15-നാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. നമുക്കറിയാം, ഈ പറയുന്ന സ്കൂൾ ആലത്തിയൂർ KHMHS ഹൈസ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിനകത്തെ ഏറ്റവും പ്രശസ്തമായ സ്കൂളുകളിൽ ഒന്നാണ്. നിരവധിയായ വിദ്യാർത്ഥികൾ ഓരോ വർഷവും പഠിച്ചിറങ്ങുന്ന സ്കൂളാണ്. നിരവധിയായ പ്രഗത്ഭന്മാർ പഠിച്ചിറങ്ങിയ ഒരു സ്കൂളാണ്. അതുപോലെ തന്നെ ഞാനടക്കമുള്ള ഒരുപാട് തലമുറകൾ ഈ സ്കൂളിൽ നിന്ന് ഞങ്ങളുടെ എല്ലാം മനസ്സിലേക്ക് മതനിരപേക്ഷതയുടെയും മറ്റു മതേതര ബോധ്യങ്ങളൊക്കെ പകർന്നു നൽകാൻ ഈ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഈ ഓഗസ്റ്റ് 15 ദിവസത്തിൽ അവിടെ നടന്ന ഒരു പരിപാടി എന്നുള്ളത്, ആ പരിപാടി എന്നതിൽ അതിൽ RSSന്റെ ഗണഗീതം ആലപിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കലും ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുവിദ്യാലയത്തിനകത്ത് ഇത്തരത്തിൽ RSS എന്നല്ല ഏതൊരു വർഗീയ സംഘടനയുടെ മറ്റു രാഷ്ട്രീയ സംഘടനകളുടെ ഒന്നും ഗീതങ്ങളോ മറ്റു ഇതൊന്നും സ്കൂളിനകത്തെ ഒരു പൊതുപരിപാടിയിൽ വരരുത് എന്നുള്ളത് തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ നിലപാട് എന്നുള്ളത്. അപ്പൊ ഇന്നലെ നമ്മുടെ നാടിനകത്തൊക്കെ വ്യാപകമായി ഇത്തരത്തിലൊരു വീഡിയോ പ്രചരിച്ചതിന്റെ ഭാഗമായിട്ട് സ്കൂളിലെ പ്രധാന അധ്യാപികയുമായിട്ട് അതുപോലെ സ്കൂളിലെ മാനേജ്മെന്റുമായിട്ടും ഡിവൈഎഫ്ഐ എന്ന നിലയിൽ ബന്ധപ്പെടുകയും ആ ബന്ധപ്പെടുന്ന സമയത്ത് ഈ പറഞ്ഞ അധ്യാപകർ പറഞ്ഞത് എന്താ വെച്ചാൽ അവർക്ക് ഇതുമായി യാതൊരുവിധ അറിവും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഈ വിദ്യാർത്ഥികൾ ഇത്തരത്തിലൊരു ഗണഗീതം പാടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളുടെ മാത്രം പ്രശ്നമായിട്ടല്ല ഇതിനെ കാണേണ്ടത്. കൃത്യമായിട്ട് ഇതിന് ചുമതലപ്പെട്ട അധ്യാപകരുണ്ട്. ആ അധ്യാപകർ ഇതിനെ ഒരു സ്ക്രീനിങ് നടത്തുവാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലേക്ക് നടത്തുവാനോ എന്നൊന്നും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടത് RSS ഒളിച്ചു കടത്തുന്ന ഈ ഒരു രാഷ്ട്രീയ കാവ്യവൽക്കരണം, ആ കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായി ആ വിദ്യാലയത്തിലെ മാനേജ്മെന്റും അല്ലെങ്കിൽ ആ വിദ്യാലയത്തിനകത്തെ അധ്യാപകരും അതിന്റെ ഭാഗമായി എന്നാണ് ഡിവൈഎഫ്ഐ സംശയിക്കുന്നത്. ശരി, വളരെ നന്ദിയുണ്ട് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.